മൂവാറ്റുപുഴ നഗരസഭാ സെക്രട്ടറിയുടെ ഏകപക്ഷീയമായ നടപടികളിലും ഭരണപരമായ പരിചയക്കുറവിലും പ്രതിഷേധിച്ച് ഭരണസമിതി സെക്രട്ടറിക്കെതിരെ പ്രമേയത്തിന് നോട്ടീസ് നൽകി. സെക്രട്ടറി അടിയന്തരമായി ചുമതലയിൽ നിന്ന് നീക്കണമെന്നും പുതിയ ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നുമാണ് ഭരണസമിതിയുടെ ആവശ്യം. മൂവാറ്റുപുഴ നഗരസഭാ സെക്രട്ടറിയുടെ ഏകപക്ഷീയമായ നടപടികളിലും ഭരണപരമായ പരിചയക്കുറവിലും പ്രതിഷേധിച്ചാണ് ഭരണസമിതി സെക്രട്ടറിക്കെതിരെ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സെക്രട്ടറിയെ അടിയന്തരമായി ചുമതലയിൽ നിന്ന് നീക്കണമെന്നും പുതിയ ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നുമാണ് ഭരണസമിതിയുടെ ആവശ്യം. ഇതോടെ നഗരസഭയിൽ ഭരണപരമായ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. മുനിസിപ്പൽ ആക്ടിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയും തന്നിഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങളും നഗരസഭയുടെ സുഗമമായ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായി പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ചെയർപേഴ്സണോടോ കൗൺസിലർമാരോടോ കൂടിയാലോചിക്കാതെ നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. ഔദ്യോഗിക ഓഡിറ്റ് റിപ്പോർട്ടിൽ പോലും സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ഗുരുതര പരാമർശങ്ങളുണ്ട്. വിവിധ ആവശ്യങ്ങൾക്കായി നഗരസഭയിലെത്തുന്ന പൊതുജനങ്ങളോട് സെക്രട്ടറി മോശമായി പെരുമാറുന്നുവെന്നും പരാതിയുണ്ട്. കൗൺസിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കാതെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നു എന്നിവയാണ് ആരോപണങ്ങൾ. ഇന്ന് രാവിലെ ഫ്ലക്സ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കൗൺസിലർമാരെ ഒരു യോഗം വിളിക്കുകയും അത്യാവശ്യം 2 കൗൺസിലർമാർ കൂടി ഫ്ലക്സ് എടുക്കുന്നത് വളരെ അനിവാര്യമാണെന്നും ഫ്ലക്സ് മൂലം പല അപകടങ്ങളും സംഭവിക്കുകയാണെന്നും ഇത് എടുത്തു നീക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി UDF കൗൺസിലർമാരുടെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടി ചെയർപേഴ്സന്റെ ചേംബറിൽ വിളിച്ചു ചേർക്കുകയും ഈ ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട ചെയർപേഴ്സനെ കുറിച്ച് ഈ നഗരത്തിലെ 85 വയസ്സായ 5.5 ലക്ഷം രൂപ ഈ നഗരത്തിന് ടാക്സായി അടയ്ക്കുന്ന ഒരു വക്കീൽ വരികയും ആ വക്കീലിനോട് അപമര്യാദയായി പെരുമാറുകയും ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് പറയുകയും ചെയ്തു എന്ന് അദ്ദേഹം പരാതി പറയുകയുണ്ടായി. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ വളരെ ധിക്കാരപൂർവമായ മറുപടി ചെയർപേഴ്സണോട് പറയുകയും നിങ്ങളുടെ വീട്ടിൽ നിന്നല്ല എന്നെ നിയമിച്ചേക്കുന്നതെന്നും എനിക്ക് എൻ്റെ അധികാരങ്ങൾ ഉപയോഗിച്ച് നിങ്ങളെ നിലക്ക് നിർത്താൻ അറിയാമെന്നുള്ള രീതിയിൽ ധിക്കാരപരമായി ചെയർപേഴ്സണോട് സംസാരിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ സെക്രട്ടറി വളരെ മാന്യമായ രീതിയിൽ സംസാരിക്കണം, ചെയർമാനോടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇത്തരത്തിലൊക്കെ സംസാരിക്കാനേ അറിയുള്ളൂ, ഞാൻ ഇത്തരത്തിലൊക്കെ സംസാരിക്കുള്ളൂ എന്നുള്ള രീതിയിൽ വളരെ ധിക്കാരത്തോടു കൂടി സംസാരിക്കേണ്ടത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഈ നഗരസഭയിൽ വരുന്ന ജനങ്ങളെയെല്ലാം ഏതെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം ബുദ്ധിമുട്ടിക്കുന്ന രീതി വന്നപ്പോൾ അതുപോലെ തന്നെ ചെയർപേഴ്സന്റെ ലോഗിനിൽ കയറി സെക്രട്ടറി ഇടപാടുകൾ ചെയർപേഴ്സന്റെ ലോഗിനിൽ സെക്രട്ടറി ഇടപാടുകൾ നടത്തുകയും കൗൺസിലിന് ഒരു നിലയിലും മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഈ കൗൺസിൽ ഒരു പ്രമേയം പാസാക്കി സെക്രട്ടറിയെ ഈ നഗരസഭയിൽ നിന്നും മാറ്റണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഈ വിവരം അറിഞ്ഞത് മുതൽ സെക്രട്ടറി വളരെ അസ്വസ്ഥതയാവുകയും വളരെ പ്രകോപനപരമായ രീതിയിൽ ഞാൻ എൻ്റെ പാർട്ടിയുടെ ആളുകളെ പിടിച്ച് ഇവിടെ തന്നെ നിൽക്കുമെന്നുള്ള രീതിയിൽ ധിക്കാരപരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടായത്. നഗരസഭയിലെ നിലവിലെ ഭരണസ്തംഭനം ഒഴിവാക്കാൻ പ്രമേയം അടുത്ത കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഭരണസമിതി തയ്യാറാക്കി കഴിഞ്ഞു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.